30 വർഷത്തെ കഠിന ധ്യാനം കൊണ്ട് ഞാൻ നേടിയ സിദ്ധി കണ്ടോ? നോക്കൂ, എനിക്ക് വെള്ളത്തിന് മുകളിലൂടെ നടക്കാം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്താണ്? സമയമാണോ, അതോ മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രകടനങ്ങളാണോ? ഇന്ന് നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കലൊരു സന്യാസി ശ്രീബുദ്ധന്റെ അടുത്തുവന്ന് വളരെ അഭിമാനത്തോടെ പറഞ്ഞു, പ്രഭോ, ഞാൻ കഴിഞ്ഞ 30 വർഷമായി കഠിനമായ ധ്യാനത്തിലായിരുന്നു. ബുദ്ധൻ ചോദിച്ചു, ഇത്രയും കാലം കൊണ്ട് താങ്കൾ എന്താണ് പഠിച്ചത്? സന്യാസി മറുപടി നൽകി, എനിക്ക് വെള്ളത്തിനു മുകളിലൂടെ നടക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞ് ആ സന്യാസി അടുത്തുള്ള തടാകത്തിനു മുകളിലൂടെ നടന്ന് അക്കരെ പോയി. വീണ്ടും തിരികെ നടന്നുവന്നു. ഇതുകണ്ട് ബുദ്ധൻ ശാന്തനായി ചോദിച്ചു, ഈ തടാകം കടക്കാൻ അക്കരയ്ക്ക് പോകാൻ ഇവിടെ വല്ല വള്ളവും കിട്ടുമോ? അതിനെത്ര കാശു കൊടുക്കണം? സന്യാസി പറഞ്ഞു, ഉവ്വ്, വെറും 1.5 സെന്റ് കൊടുത്താൽ മതി. അപ്പോൾ ബുദ്ധൻ ചിരിച്ചുകൊണ്ടു പറഞ്ഞു, എങ്കിൽ താങ്കളുടെ ഈ അത്ഭുത കഴിവിന്റെ വില വെറും 1.5 സെന്റാണ്. ആ കാശു കൊടുത്ത് ഒരു വള്ളത്തിൽ താങ്കൾക്ക് വളരെ എളുപ്പത്തിൽ അക്കരെ പോകാമായിരുന്നല്ലോ. പകരം ഈ 30 വർഷം ആന്തരിക ജ്ഞാനം നേടാൻ ചിലവാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കിതിനോടകം യഥാർത്ഥ ജ്ഞാനോദയം ലഭിക്കുമായിരുന്നു. വളരെ എളുപ്പത്തിൽ സാങ്കേതികവിദ്യ കൊണ്ടോ മറ്റു മാർഗങ്ങളിലൂടെയോ ചെയ്യാവുന്ന കാര്യങ്ങൾക്കു വേണ്ടി ആ സന്യാസിയെപ്പോലെ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട വർഷങ്ങൾ പാഴാക്കരുത്. മറ്റുള്ളവരെ കാണിക്കാനുള്ള മായാജാലങ്ങളോ ബാഹ്യമായ പ്രകടനങ്ങളോ അല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. വലിയ ലക്ഷ്യങ്ങളിലേക്ക്, യഥാർത്ഥ അറിവിലേക്ക് നിങ്ങളുടെ സമയം നിക്ഷേപിക്കുക. 30 വർഷം ധ്യാനിച്ചിട്ടും യഥാർത്ഥ ലക്ഷ്യമായ ജ്ഞാനോദയം മറന്ന് ചെറിയ സിദ്ധികളിൽ അഭിരമിക്കുകയായിരുന്നു ആ സന്യാസി. നമ്മുടെ ജീവിതത്തിലും ജോലിയിലും യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് നാം മറന്നുപോകരുത്. ചെറിയ നേട്ടങ്ങളിൽ അഹങ്കരിച്ചു നിൽക്കാതെ മുന്നോട്ടു പോകുക.